ചോറിൻ്റെയും കഞ്ഞിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ചെറുപയർ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. നിങ്ങളിൽ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് ചെറുപയർ 6 മണിക്കൂർ ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കൊന്നുകിൽ ഇതുപോലെ തുറന്ന് വേവിക്കാം, അല്ലെങ്കിൽ കുക്കറിലിട്ടും ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. ഇതുപോലെ തുറന്ന് വേവിക്കുകയാണെങ്കിൽ ഒന്നിനോടൊന്ന് തൊടാതെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പോളം ചിരകിയ തേങ്ങ ചേർക്കുകയാണ്. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചേർക്കാം. ഈ ഒരു അരപ്പാണ് നമ്മുടെ തോരന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ്. 2 പച്ചമുളക്, ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്, ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ചെറുപയർ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ മുഴുവനായിട്ടും വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് വെന്ത് കിട്ടേണ്ടത്. വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. കണ്ടില്ലേ. ഇത് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുപ്പത്തേക്ക് ഒരു മൺചട്ടി വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6-7 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും ചേർക്കാവുന്നതാണ്. പക്ഷേ ചെറിയ ഉള്ളിയാണ് ഹെൽത്തിയും കുറച്ചുകൂടി ടേസ്റ്റും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർക്കണം. ഇത് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ തേങ്ങയിൽ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊന്ന് മാറി വരണം. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നമുക്ക് 2-3 മിനിറ്റ് ഇതൊന്ന് അടുപ്പത്ത് തന്നെ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ അരപ്പിൻ്റെ ഫ്ലേവറൊക്കെ ചെറുപയറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒന്നിനോടൊന്ന് തൊടാതെ വേറിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് തോരൻ ഉണ്ടാവേണ്ടത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. കഞ്ഞിയുടെയോ ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.